അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? പുണ്യനബിയുടെ ജന്മദിനം ആഘോഷിക്കുന്ന സുന്ദര സുദിനത്തിൽ നിങ്ങൾക്കു ഞാൻ കുഞ്ഞു കഥ പറഞ്ഞു തരാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ. കഥയുടെ പേര് തോളിലെ സിംഹം. പണ്ട് മക്കയിൽ നടന്ന ഒരു കഥയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വളരെ വിഷമത്തോടെ ഒരാൾ കടന്നു വന്നു. നിങ്ങൾ ലോകത്തിന്റെ പ്രവാചകർ അല്ലേ? പാവങ്ങളുടെ അത്താണിയല്ലേ? പ്രശ്നങ്ങൾ പരിഹരിക്കുന്നവരല്ലേ എന്ന് അയാൾ പറഞ്ഞു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, നിങ്ങളുടെ പ്രശ്നം എന്താണ്? ഞാൻ അബൂജഹലിന്റെ ജോലിക്കാരനാണ്. അയാൾ എന്റെ കൂലി തരുന്നില്ല. കൂലി ചോദിക്കുമ്പോൾ അയാൾ എന്നെ ആട്ടി ഓടിക്കുന്നു. നിങ്ങൾ എന്നെ സഹായിക്കണം എന്ന് അയാൾ പറഞ്ഞു. ഉടനെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളുടെ കൈ പിടിച്ച് അബൂജഹലിന്റെ വീട്ടിലേക്ക് പോയി. ദൂരെ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വരുന്നത് അബൂജഹലിന്റെ വീട്ടിൽ നിന്ന് അയാൾ കണ്ടു. ഇന്ന് ഞാൻ മുഹമ്മദിനെ വഷളാക്കി തിരിച്ചയക്കുമെന്ന് ഭാര്യയോട് വീമ്പ് പറഞ്ഞു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അയാളുടെ അടുത്ത് എത്തിയപ്പോൾ പേടിച്ച് വിറച്ചു. ജോലിക്കാരന്റെ കൂലി കൊടുക്കാൻ പറഞ്ഞു. പെട്ടെന്ന് കൂലിയെടുത്ത് അയാൾക്ക് കൊടുത്തു. സന്തോഷത്തോടെ അത് വാങ്ങി അയാൾ തിരിച്ചുപോയി. പിന്നീട് ഭാര്യ ചോദിച്ചു, നിങ്ങൾ പറഞ്ഞത് എന്താണ്? മുഹമ്മദിന്റെ തോളിൽ ഞാൻ 2 സിംഹം കണ്ടു. അപ്പോൾ അത് എന്നെ കടിച്ചു കീറുമെന്ന് ഞാൻ ഭയന്നു. ഇതും പറഞ്ഞു അബൂജഹൽ തളർന്നു പോയി. കൂട്ടുകാരെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അയാളെ സഹായിച്ചു. നാം എല്ലാവരെയും സഹായിക്കണം. ഇതോടെ ഈ കഥ ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.